മഴ തോരും മുമ്പേലാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തിയോട് പറയുന്നുണ്ട്, നീ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് ഇത്ര ദിവസം പോയത് എന്നൊരു ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. അതുപോലെ തന്നെ നീയും എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി സങ്കല്പിച്ചെടുക്കുകയാണ്. അപ്പോൾ പറയാൻ പാടില്ലാത്ത സ്ഥലത്തേക്കാണ് നിങ്ങൾ പോയതല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യകതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എവിടെയൊക്കെ പോകുന്നു, ആരോടൊപ്പം പോകുന്നു, ഞാനത് നിന്നോട് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഇതേ സമയം ഒന്നും പറയാൻ കഴിയാതെ, ഉത്തരമൊന്നുമില്ലാതെ മിണ്ടാതിരിക്കാനേ വൈജയന്തിക്ക് കഴിയുന്നുള്ളൂ എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.